മോദിയുടെ ഇന്തോനേഷ്യൻ പര്യടനം, അവിടെ അദ്ദേഹം ചില സുപ്രധാന കരാറുകളിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോ സഭാങ്ക് തുറമുഖത്തിലെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ മലാക്ക കടലിടുക്കുമായും ബന്ധപ്പെട്ടും ചില ചർച്ചകൾ നടന്നിരുന്നു, ചില കരാറുകൾ ഒപ്പിട്ടു എന്ന് പറയും. ഈ മലാക്ക കടലെടുക്ക് എന്ന് പറയുമ്പോൾ അത് ചൈന കൂടെ ഒന്ന് ശ്രദ്ധയിൽ, ചൈന നമ്മുടെ അതിർത്തി രാജ്യമാണല്ലോ. അപ്പൊ ആ ഒരു കരാറിൽ, മലാക്കയുമായി ബന്ധപ്പെട്ടൊരു കരാർ നമ്മൾ ഒപ്പിട്ട സമയത്ത് ചൈന അതിനെ വളരെ ക്യൂരിയോസിറ്റിയോടെ കാണുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇന്തോനേഷ്യയെ അടുക്കുമ്പോൾ അത് ചൈന മാറി നിന്ന് കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും ഇന്തോനേഷ്യയുമായി ഇപ്പോൾ അടുക്കുന്നതിന്റെ കാരണം? നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞൊരു നയമുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ രൂപീകരിച്ചൊരു നയമാണ്. ഇത് പുതുമയുള്ള സംഗതിയൊന്നുമല്ല. 91 നരസിംഹറാവുവിന്റെ കാലത്ത് ഇതേപോലെ ലുക്ക് ഈസ്റ്റ് എന്ന തരത്തിലൊരു നയം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി മേഖലകൾ, അതായത് സമുദ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക. അതിപ്പോൾ വ്യാപാരം മാത്രമല്ല, പ്രതിരോധ രംഗത്തും പരസ്പര സഹകരണം, അതായത് സാംസ്കാരിക വിനിമയം അടക്കം സാധ്യമാക്കുക, നല്ല അയൽക്കാരെ സൃഷ്ടിക്കുക. അതാണ് അതിന്റെ അടിസ്ഥാനം. അതാണ് നമുക്ക് തൊട്ടടുത്തുള്ള കരമാർഗം അതിർത്തിയുള്ള രാജ്യങ്ങൾ തമ്മിൽ അത്ര സുഖകരമല്ല ഇന്ത്യയുടെ കാര്യം. പാകിസ്ഥാനാണെങ്കിലും ശരി, ചൈനയാണെങ്കിലും ശരി, ബംഗ്ലാദേശ് ഇപ്പോൾ ശത്രുക്കളുടെ പട്ടികയിലാണ്. അപ്പോൾ സമുദ്ര അതിർത്തിക്ക് അപ്പുറമുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ചങ്ങാത്തം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു നയം. അപ്പൊ ഇത് പ്രകാരം ആദ്യ പരിഗണനയിലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ആ പേരിൽ തന്നെ ഏതാണ്ട് സാദൃശ്യം, ഇന്ത്യ ഇന്തോനേഷ്യ. കൂടാതെ ഇപ്പോ കുറെ കൂടി അനുകൂല ഘടകം വന്നത് അവിടുത്തെ ഭരണാധികാരി തികഞ്ഞ ഒരു മോദി ഫോളോവർ കൂടിയാണ്, ഒരു മോദി ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 2025 അദ്ദേഹത്തിന്റെ പേര് പ്രഭാവോ സുബിയാന്തോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അവിടെ 2025 അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ടും അവര് ഈ ചൈനയുമായിട്ട് വലിയ ബന്ധമുള്ളൊരു രാജ്യമാണ്. ചൈനയിലോട്ടാണ് ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനൊക്കെ പോയത്. അതിനുശേഷം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ അദ്ദേഹം അതിഥിയായിട്ട് ഇവിടെ വന്നു. അത് നരേന്ദ്രമോദിയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രണ്ടു നേതാക്കൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. നരേന്ദ്രമോദി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തു, ഞാൻ താങ്കളെ വല്ലാതെ പിന്തുടരുന്ന ഒരാളാണ്, താങ്കൾ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, ഇന്ത്യയുടെ നയങ്ങൾ, താങ്കൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന നയങ്ങൾ അതേപടി ഇവിടെ അനുകരിച്ച് നടപ്പിലാക്കിയാൽ അതിന് കോപ്പിറൈറ്റിന്റെ പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്ന് തമാശ രൂപേണ ചോദിച്ച ഒരാൾ കൂടിയാണ്. പിന്നെ കൂടാതെ കൈകൂപ്പി, ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഒരു രീതിയാണല്ലോ, ആരെങ്കിലും സംബോധന കൈകൂപ്പി, ഇതും അദ്ദേഹം നരേന്ദ്രമോദിയെ മാത്രമല്ല, ഇത് അദ്ദേഹം മറ്റു പല രാഷ്ട്ര നേതാക്കളെ പോലും കൈകൂപ്പി സ്വീകരിക്കുന്ന ഒരു രീതികളും വന്നിട്ട് അതൊക്കെ വല്ലാണ്ട്, ആ ദൃശ്യങ്ങളൊക്കെ വല്ലാണ്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹവും ഈ പ്രഭാവോ സുബിയാന്തോയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഈ നടപടികളിൽ വളരെ നിർണായകമാണ്. കാരണം ഈ സഭാങ്ക് തുറമുഖ നവീകരണം പുതിയതായിട്ട് ഉള്ളൊരു ഏർപ്പാടല്ല, 2018 തുടങ്ങിയ ഒരു പദ്ധതിയാണ്. പക്ഷെ അതിന് വലിയ എന്താ പറയുക, ഇഴച്ചിലുണ്ടായി, നടപടികൾ അത്ര വേഗത്തിൽ പോയില്ല. കാരണം ചൈനയുടെ എതിർപ്പ് തന്നെയാണ് പ്രധാന കാരണം. ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ചൈനയെ ഒരു പരിധിക്കപ്പുറം പിണക്കാൻ സാധിക്കില്ല. ഇന്ത്യക്ക്, അതായത് ചൈനയും ജപ്പാനുമായിട്ട് ഇന്തോനേഷ്യക്ക് അടുത്ത സൗഹൃദമുണ്ട്. പല തുറമുഖങ്ങളും, ഇപ്പോ ബിൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്ന ചൈനയുടെ ഒരു പ്രഖ്യാപിത പദ്ധതിയുണ്ട്. പഴയ സിൽക്ക് റൂട്ടില്ലേ, ചൈനയുടെ പഴയ ചരിത്രത്തിലുള്ള സിൽക്ക് റൂട്ട്, അപ്പൊ അതിന്റെ ഒരു പുതിയ കാല വെർഷനാണ് ഈ ബിൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്ന സംഗതി. അതായത് റോഡ് എന്ന പേരുണ്ടെങ്കിലും സമുദ്രമാർഗം തുറമുഖങ്ങളൊക്കെ നിർമ്മിച്ച് ചൈനയുമായിട്ടുള്ള വ്യാപാര ഇടപാടുകളൊക്കെ സുഗമമാക്കാതാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ സത്ത. അതാണ്. അപ്പൊ അത് പ്രകാരം ഇന്തോനേഷ്യയിൽ നിരവധിയായ തുറമുഖങ്ങളിൽ ചൈന നിക്ഷേപം നടത്തുന്നുണ്ട്. വളരെ സുഗമമായിട്ട് അവരുടെ വ്യാപാര പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചൈനയെ ഒരു പരിധിക്കപ്പുറം പിണക്കാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ചൈനയുമായിട്ടും ജപ്പാനുമായിട്ടും ഇന്തോനേഷ്യക്ക് ഇത്തരം അടുത്ത ബന്ധമുണ്ടെങ്കിലും അത് സൈനിക തലത്തിൽ അത്ര ഇല്ല. ഒരു പരിധിക്കപ്പുറം ഇന്തോനേഷ്യയിൽ സൈനികമായിട്ട് അവരുടെ സ്വാധീനം അറിയിക്കാൻ അനുവദിച്ചിരുന്നില്ല. വിദേശ ശക്തികൾ ആരായാലും ശരി, അവരെ രാജ്യാതിർത്തിക്ക് അകത്ത് കടത്തുന്ന ഒരു പരിപാടി ഇന്തോനേഷ്യക്കേ ഇല്ല. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ സഭാങ്ക് തുറമുഖ നവീകരണത്തില് ഇന്ത്യ താല്പര്യപ്പെടുമ്പോൾ ഇന്ത്യൻ നേവിക്ക്
ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മറ്റൊരു വിദേശ രാജ്യത്തിന് ഇത്തരമൊരു അവസരം ഇന്തോനേഷ്യ നൽകുന്നത്. ഇപ്പൊ ഈ പദ്ധതി പ്രകാരം ഈ സബാങ് തുറമുഖം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി ആഴക്കൂടുതലുള്ള മേഖലയാണ്. അപ്പൊ ഇന്ത്യൻ നേവിയുടെ വലിയ അന്തർവാഹിനികൾക്കോ പടക്കപ്പലുകൾക്കോ സുഗമമായി അവിടെ ചെല്ലാനും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ അടക്കം ചെയ്യാനുമായിട്ടുള്ള സൗകര്യം കൂടി അവരൊരുക്കി തരുന്നുണ്ട്. അപ്പൊ ഇത് ഈ മലാക്ക കടലിടുക്കുമായി ബന്ധപ്പെട്ട് 800 കിലോമീറ്റർ നീളമുള്ള ഒരു കപ്പൽച്ചാലാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സമുദ്രം ഉണ്ടല്ലോ, ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും തമ്മിലുള്ള ഒരു ലിങ്ക്, കണക്ടിങ് ലിങ്ക് ആണ്. രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു 800 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സ്ഥലം. അതിന്റെ അതിർത്തി രാജ്യങ്ങളില് തായ്ലാന്റ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, മലേഷ്യ ഉണ്ട്. ഇപ്പൊ ചൈനയ്ക്ക് ഇവിടെ എന്തുകൊണ്ട് ഇത്ര വലിയ താല്പര്യം? കാര്യം ചൈനയുടെ അതിർത്തിയിലൂടെ അല്ല ഇത് പോകുന്നത്. പക്ഷെ ചൈനയുടെ എണ്ണ ഇറക്കുമതി ഉണ്ടല്ലോ, ചൈന ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതിന്റെ 80% കടന്നു പോകുന്ന ഈ മലാക്ക കടലെടുപ്പ് വഴിയാണ്. പിന്നെ ചൈന ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. അവരുടെ കയറ്റുമതിയും ഇതിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ലോകത്തെമ്പാടും നടക്കുന്ന കപ്പൽ ഗതാഗതത്തിന്റെ 1/4 ഭാഗവും നടക്കുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഒരേ സമയം 3 വൻകരകളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. കാര്യം പസഫിക്കിന്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അതെ. അപ്പൊ ഈ 3 വൻകരകളെ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് വളരെ തന്ത്രപ്രധാനമാണ് ഈ മലാക്ക കടലെടുപ്പ്. മനസ്സിലായി. അപ്പൊ അവിടെ ചൈനയ്ക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ കാര്യം അവരുടെ ഈ എണ്ണ ഇടപാടുകൾ കൂടുതൽ നടക്കുന്ന ഈ മേഖല ആയതുകൊണ്ടാണ്. അവിടെ ഇന്ത്യ എന്തുകൊണ്ട് ഇതേപോലെ ഇന്തോനേഷ്യയുമായിട്ട് സഹകരിച്ചൊരു താവളം ഉറപ്പിക്കുന്നു ചോദിച്ചാൽ കുറച്ച് പിന്നോട്ട് ചരിത്രം നമ്മൾ നോക്കണം. കുറച്ച് സംഭവ വികാസങ്ങൾ പിന്നാലെയുണ്ട്. കാരണം ചൈന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാകിസ്ഥാനെ വല്ലാണ്ടങ്ങ് പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടാണ് ചൈന എടുത്തേക്കുന്നത്. അപ്പൊ അവിടെ ആ വെള്ളം പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അവർക്കൊരു മറുപടി എന്ന നിലയിൽ ഇന്തോനേഷ്യയുമായിട്ട് സഹകരിച്ച് നിങ്ങളുടെ കപ്പൽ ചാലുകളെ, നിങ്ങളുടെ കപ്പൽ ഗതാഗതങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പവറിലേക്ക് ഞങ്ങൾ വരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു ഇടപാടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഇന്ത്യ നമ്മുടെ ആൻഡമാനുമായി ബന്ധപ്പെട്ട് അവിടെയും നമ്മളൊരു ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന രീതിയിൽ വലിയൊരു തുറമുഖം വികസിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഇപ്പോ ഈ പറയുന്ന സബാങ് തുറമുഖം എന്ന് പറയുന്നത് കേവലം 160 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇത് രണ്ടും 2 ദിക്കിലായിട്ട്, 2 വശങ്ങൾ, അതായത് ഈ മലാക്ക കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2 വശങ്ങളിലായിട്ടാണ് ഇന്ത്യൻ സാന്നിധ്യം വരുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യക്ക് അവിടെ നമ്മുടെ കപ്പലുകൾ അടുപ്പിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട്. ഏതായാലും ഇതുകൊണ്ടും തീർന്നില്ല. ചൈനയെ വല്ലാണ്ട് പ്രകോപിപ്പിക്കാനുള്ള മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ, അസ്ത്ര മിസൈലുകളൊക്കെ ഈ ഇന്തോനേഷ്യ വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ചൈനയുമായിട്ട് ഇത്ര വലിയ സഹകരണം ഉണ്ടെങ്കിൽ അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അപ്പൊ ഇതും കൂടി വാങ്ങുന്നത് അതിന് പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം അപ്പൊ ഇന്തോനേഷ്യക്ക് ചൈനയുമായിട്ട് ഇത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലും ചെറിയ ശത്രുത വരാനൊരു കൃത്യമായ കാരണമുണ്ട്. ഈ തെക്കൻ ചൈന കടലില് ഇന്തോനേഷ്യക്ക് സാന്നിധ്യമുള്ള നാത്തുന എന്ന് പറയുന്ന ദ്വീപ്, അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ചൈനയുടെ കപ്പലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെ സൈനിക കപ്പലുകൾ കടന്നു കയറുന്നുണ്ട്. അത് ഇന്തോനേഷ്യക്ക് വലിയ അനിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ചെറിയ ഒരു ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഒരു കടന്നു ചെല്ലൽ അങ്ങോട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ ചൈന ഇതിനെ വളരെ എന്താ പറയുക, വളരെ രൂക്ഷമായിട്ട് തന്നെ. മറ്റേ കാര്യം ഈ പറയുന്ന നാത്തൂൻ എന്ന് പറഞ്ഞ നാത്തുന ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോ ചെറിയ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിലോട്ടാണ് ഇന്ത്യയുടെ ഒരു കടന്നുവരവ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ പുതിയ തുറമുഖ വികസനം, അത് ഈ സബാങ് എന്ന് പറയുന്ന പുതിയ തുറമുഖ വികസനം അത് നടത്തുന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്തോനേഷ്യയിലെ സുമാത്ര എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ടല്ലോ, നമ്മുടെ സുനാമിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ആ ഓർമ്മയുണ്ടാവും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ഒരു വെഹ് എന്ന് പറയുന്ന മറ്റൊരു ദ്വീപ്, അവിടെയാണ് ഈ പുതിയ തുറമുഖം നിർമ്മിക്കുന്നത്. അവിടെ പ്രകൃതിദത്തമായി തുറമുഖത്തിന് അനുകൂലമായ ഒരു സ്ഥലമാണെങ്കിലും ഒരുപാട് സുരക്ഷാ ആശങ്കകളുള്ള സ്ഥലമാണ്. അതിന്റെ കാരണം ഈ സുമാത്ര അത് ഉൾപ്പെട്ട മേഖല എന്ന് പറയുന്ന നിരന്തര ഭൂകമ്പ സാധ്യതയുള്ള
ഒരു മേഖലയാണ്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ പ്ലേറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഏഷ്യ പ്ലേറ്റ്, യൂറോപ്യൻ പ്ലേറ്റ് എന്നൊക്കെ പറയുന്ന, അതായത് നമ്മുടെ ഈ ഭൂമിയുടെ വിവിധ ഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നു എന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കൂട്ടിയിടിക്കുന്ന ഒരു മേഖലയാണ്, വിവിധ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന ഒരു മേഖല. ഭൂമിക്കടിയിൽ. അതെ അതെ. അപ്പൊ അത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ഭൂകമ്പ സാധ്യത എപ്പോഴും ഉണ്ട്, സുനാമി സാധ്യതകളും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന വെഹ് എന്ന് പറയുന്ന ദ്വീപ് അത്ര ഒരു കുഴപ്പം പിടിച്ചൊരു മേഖലയല്ലെന്നാണ് പൊതുവിലുള്ള അനുമാനം. എന്നിരുന്നാലും സുനാമി പോലെയുള്ളയോ അല്ലെങ്കിൽ ഭൂകമ്പം പോലെയുള്ളയോ പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ നിർമ്മാണം എല്ലാം നടക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവിടെ ഇന്ത്യക്ക് മുതൽ മുടക്കുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഒരു പൊതുവിലുള്ള ഒരു നയം അനുസരിച്ചാണ് ഈ മുന്നേറ്റം അത്രയും. ഇന്തോനേഷ്യ മാത്രമല്ല, നമ്മുടെ ഈ ആക്ട് ഈസ്റ്റ് പോളിസി പ്രകാരം നമ്മൾ ആസിയാൻ രാജ്യങ്ങളെ മൊത്തത്തിലാണ് പരിഗണിക്കുന്നത്. അതിൽ ഒരു അംഗം മാത്രമാണ് ഇന്തോനേഷ്യ. ഏതാണ്ട് 10ഓളം രാജ്യങ്ങൾ, കരമാർഗമുള്ള അതിർത്തി രാജ്യങ്ങളുണ്ട്, അല്ലാതെ സമുദ്രാതിർത്തികളിലുള്ള രാജ്യങ്ങളുണ്ട്. അവരുമായിട്ടൊക്കെ അടുത്ത സൗഹൃദം പുലർത്തുക, അവരുമായിട്ട് വ്യാപാര വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ഇങ്ങനെ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്തലാണെന്ന് പറയുമ്പോൾ തന്നെയും അതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ചൈനയുടെ വലിയൊരു എന്താ പറയാ അപ്രമാദിത്വം ഉണ്ട്. അപ്പൊ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുക, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ വളരുന്നു എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇന്തോനേഷ്യയിലെ അവിടുത്തെ ഒരു പ്രസിഡന്റും ഇന്ത്യയിലെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു എന്താ പറയാ വളരെ ആരോഗ്യകരമായ ഒരു ബന്ധം, വളരെ അടുത്ത സൗഹൃദം, അത് ഈ പുതിയ കരാറുകളിലേക്കും ഇതേപോലുള്ള നടപടികളിലേക്കും കടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ചില പ്രതിരോധ ഇടപാടുകളിലേക്കും പോകുന്നു. രണ്ട് രാജ്യത്തിനും ഇതുകൊണ്ടുള്ള ഗുണമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ മലാക്ക കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വലിയ വലിയ വികസന പദ്ധതികൾ ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ പ്രൊജക്ട് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ആ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക വഴി വരും കാലങ്ങളിൽ ചൈനയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സൈനിക സാമ്പത്തിക ശേഷിയായിട്ട് നമ്മുടെ രാജ്യം മാറുമെന്നാണ് പൊതുവിൽ പറയാനുള്ളത്.